എനിക്ക് കുഞ്ഞുങ്ങളോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിൽ ഇതേപോലെ നിലപാടത്തിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ അവിടെ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ആരെങ്കിലും കൃഷി ചെയ്യുന്നവരുണ്ടോ വീട്ടിൽ? എന്തെങ്കിലും കൃഷി വീട്ടിൽ ചെയ്യുന്നവരുണ്ടോ കുട്ടികൾ? മെട്രോപൊളിറ്റൻ ചോദിച്ചപ്പോൾ കൃഷി ചെയ്യുന്നവരാരും ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തി, ഗ്രോ ബാഗ് നിറയ്ക്കുന്നതൊക്കെ കാണിച്ചു തന്നു. അതേപോലെ തന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ജെയിംസ് സാറിന്റെ നേതൃത്വത്തിൽ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടിക്കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് അല്ലെ പ്രോഗ്രാമുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. ഈ സ്കൂളിന് പ്രയോജനം ഉണ്ടാകണം, ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ഉണ്ടാകണം. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് 1500ഓളം കുട്ടികൾ പഠിച്ചിരുന്ന ഒരു വിദ്യാലയമായിരുന്നു. അതിനുശേഷം കുട്ടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. അപ്പം നമുക്ക് ഇത് പഴയ പ്രതാപത്തിലോട്ട് കൊണ്ടുപോകണം. ചെങ്ങന്നൂര് പരിസര പ്രദേശങ്ങളിലെ ഒരു ഉത്തമ വിദ്യാലയമായിട്ട് ഇതിനെ മാറ്റിയെടുക്കണം. പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. അതിന് നിങ്ങൾ വിദ്യാർത്ഥികളുടെ സഹകരണം, അധ്യാപകരുടെ സഹകരണം, അതേപോലെ തന്നെ രക്ഷകർത്താക്കളുടെ സഹകരണം എല്ലാം കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ സ്കൂളിനെ ആ പഴയ പ്രതാപത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ മുതലാക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ആലാ വിപണിയുടെ നേതൃത്വത്തിൽ, ജെയിംസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതിലൊന്നാണ് ഈ സ്കൂളിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം. അതുകൂടാതെ ആലാ വിപണി അത് ശരിക്കും ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എവിടെ വിൽക്കാൻ സാധിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിന്ന്, അതേപോലെ തന്നെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വിഷരഹിതമായ പച്ചക്കറികൾ എവിടെ നിന്ന് മേടിക്കാൻ സാധിക്കുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിന്ന് ആലാ വിപണി തുടക്കം കുറിച്ചത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. അതിനോടനുബന്ധിച്ച് ഒത്തിരി വിപണികൾ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലും പുതുതായിട്ട് രൂപം കൊള്ളുകയും ചെയ്തു. വിപണിയിൽ ഒതുങ്ങാതെ ഈ ആലാ വിപണിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടു, സാധാരണക്കാർക്ക് നിയമോപദേശം നൽകുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശങ്ങൾ കൊടുക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അതേപോലെ ഉത്തരപ്പള്ളി 6-ന്റെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, റോഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധമായ മേഖലകളിൽ ആലാ വിപണി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ വളർത്തുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതേപോലെ തന്നെ മാലിന്യരഹിതമായ ഒരു പ്രകൃതി അവർക്ക് കൊടുക്കേണ്ടത് കൂടെ നമ്മുടെ കടമയാണ്, മുതിർന്നവരുടെ കടമയാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ ചുറ്റുമൊന്ന് നോക്കുക. ഉത്തരപ്പള്ളി 6-നെ സംബന്ധിച്ചിടത്തോളം പണ്ട് എല്ലാവരും ജലസ്രോതസ്സായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആറാണ്. ഇന്ന് അതിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെ ഈ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കും? ക്യാൻസർ പോലുള്ള രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കും? നമ്മുടെ പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ ഇപ്പൊ മസ്തിഷ്ക ജ്വരമൊക്കെ പകരുന്നു, ബാക്ടീരിയ വകഭേദം മാറ്റി, വൈറസ് വകഭേദം മാറ്റി വരുന്നു, ആന്റിബയോട്ടിക്കുകളൊക്കെ ഏക്കാത്ത രീതിയിൽ വരുന്നു. ഇതിനൊക്കെ പരിഹാരം വേണമെങ്കിൽ പ്രകൃതിയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. അതിൻ്റെ നശീകരണത്തിലോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആയിരിക്കും ഇപ്പൊ കാണുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ നിങ്ങൾ പറയണം, പ്ലാസ്റ്റിക് വീടുകളിൽ കത്തിച്ച് കളയരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറയണം. കാരണം അത് അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാകും.
അതേപോലെ തന്നെ ഈ നദികളിൽ കൊണ്ട് മാലിന്യങ്ങൾ തള്ളുന്നത് ഒഴിവാക്കണം. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നദികളിൽ കൊണ്ട് തള്ളുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് കാണണം. നിങ്ങൾ ഒരു പക്ഷേ ഇഞ്ചക്കാട് ബാലേന്ദ്ര സാറിൻ്റെ ഒരു കവിത കേട്ടിട്ടുണ്ടോ? ഇഞ്ചക്കാട് ബാലേന്ദ്രൻ്റെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത തന്നെയാണ്. എന്താണ്? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായൊരു ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. അപ്പൊ അതാണ് അവസ്ഥ. മലിനമായ ജലാശയങ്ങളും അതിമലിനമായ ഒരു ഭൂമിയും, അതിലോട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അതിൻ്റെ തിക്താനുഭവങ്ങളാണ് ക്യാൻസർ പോലെയും മസ്തിഷ്ക ജ്വരം പോലെയും ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ പോലെയും വൈറസ് ഇൻഫെക്ഷൻ പോലെയും വിവിധ രൂപങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് തന്നുപോയ നല്ല സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരമൊക്കെ ഇന്ന് മാറി ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു സംസ്കാരത്തിലോട്ട് വന്നു. നമ്മുടെ ജീവിത രീതികൾ മാറി. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും ചക്കയും മാങ്ങയും അതൊന്നും ആർക്കും ഇഷ്ടമല്ല. പ്രകൃതിയിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്ന വിഷരഹിതമായ ഒത്തിരി ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതാരും വളർത്തുന്നുമില്ല, അതേപോലെ തന്നെ ആരും ഭക്ഷിക്കുന്നില്ല, കഴിക്കുന്നില്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഫാസ്റ്റ് ഫുഡ്. കുറച്ച് രുചിയൊക്കെ ഉണ്ട്, രുചി കൂടുതലായി, നമുക്കതാ ഇഷ്ടം. പക്ഷേ മേടിച്ച് വെക്കുന്നത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതാണ് തിരിച്ചറിയേണ്ടത്. അടുത്തൊരു തലമുറയാണ് നിങ്ങൾ, ഭാവിയെ നയിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വാസയോഗ്യമായ ഒരു ഭൂമി അവർക്ക് ബാക്കി വെച്ചേക്കേണ്ടത് അവരുടെയും കടമയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കൃഷി ഒരു സംസ്കാരമായിട്ട് മാറ്റുക. ഞാൻ 2021 കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയാറുണ്ട്, ഞാൻ കൃഷിയാണ് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തുനിന്ന് സാധാരണ ഒന്നും മേടിക്കാറില്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജിനു പറഞ്ഞതുപോലെ തന്നെ മുളക്കഴ പഞ്ചായത്തിലെ ഏറ്റവും നല്ല മുതിർന്ന കർഷകൻ്റെ അവാർഡ് എനിക്ക് ലഭിക്കാൻ സാധിച്ചത്. അപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഒരു കർഷകനാണ് എന്ന് ഞാൻ പറയുന്നത്. അത് അഭിമാനപൂർവ്വമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക്, നമ്മുടെ ഒരു പഴയ സംസ്കാരത്തിലേക്ക്, ബാക്കിയെല്ലാം നമുക്ക് വേണം, മോഡേൺ ചിന്താഗതികളും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ ശ്രദ്ധ കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലെ നിങ്ങളുടെ ബാക്കി പത്രം എന്ന് പറയുന്നത് 35-40 വയസ്സ് വരെ ഒരു ജീവിതവും രോഗികളായി മാറുകയും ജീവിതം വളരെ തിക്താനുഭവമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കട്ടെ. നല്ലൊരു ജീവിതം കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഈ ആലാ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് മാറട്ടെ. വളരെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഈ സ്കൂളിൽ പഠിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സാധിക്കട്ടെ. സ്കൂള് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാർത്തച്ചു.